ഒരു കൊലപാതക വിവരം അത് തൃശ്ശൂരിൽ നിന്ന് നമുക്ക് മുന്നിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ കൂടുതൽ വിവരങ്ങൾ വരുന്നുണ്ട്. അതായത് കുന്നംകുളം ചൊവ്വന്നൂരിൽ തമിഴ്നാട് സ്വദേശി കൊല്ലപ്പെട്ടത് സ്വവർഗരതിക്കിടെ എന്ന നിഗമനത്തിലെത്തിയിരിക്കുകയാണ് പോലീസ്. പ്രതി സണ്ണി സ്വവർഗാനുരാഗിയാണ് എന്നും ഇയാൾ പലരെയും വീട്ടിൽ കൊണ്ടുവരുമായിരുന്നു എന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. MS ലിഷോയാണ് വിവരങ്ങളുമായി ചേരുന്നത്. ലിഷോയ്, ഗുഡ് മോർണിംഗ്. ഇതിപ്പോൾ ക്രൂരമായ ഒരു കൊലപാതകം എന്നുള്ള വിവരത്തിലേക്ക് പോലീസ് എത്തുകയാണ്. എന്താണ് പറയുന്നത്? ഇന്നലെ വൈകുന്നേരം 5:30 ഈ കൊലപാതകത്തിന്റെ വിവരം പുറത്തേക്ക് അറിയുന്നത്. സണ്ണിയുടെ ക്വാർട്ടേഴ്സിനകത്ത് നിന്നും പുക ഉയർന്നതിനെ തുടർന്ന് പോലീസ് എത്തി ഈ ക്വാർട്ടേഴ്സ് ഡോർ പൊളിച്ചു നോക്കിയപ്പോഴാണ് ഇത്തരത്തിൽ ഒരു കത്തിക്കരിഞ്ഞ നിലയിൽ ഒരു മൃതദേഹം കണ്ടെത്തിയത്. പക്ഷേ ആ മൃതദേഹം ആരുടേതാണെന്നൊരു കൃത്യമായ ഒരു വിവരം പോലീസിന് ലഭിച്ചിട്ടില്ല. ഇക്കാര്യങ്ങൾ അന്വേഷിച്ചു വരികയാണ്. അതിനിടെയാണ് സണ്ണിയെ ഇന്നലെ രാത്രി തൃശൂർ ശക്തൻ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് പിടികൂടിയത്. ഈ സണ്ണി കുന്നംകുളം ചൊവ്വന്നൂർ സ്വദേശി തന്നെയാണ്. ഈ കൊല നടത്തിയത് സ്വവർഗരതിക്കിടെയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചെന്നാണ് പോലീസ് പറയുന്നത്. മരിച്ചത് തമിഴ്നാട് സ്വദേശിയാണ് എന്നുള്ളൊരു നിഗമനമാണ് പോലീസിനുള്ളത്. കാരണം മറ്റൊന്നുമല്ല, ഇയാളെ ഈ കുന്നംകുളം ബീവറേജ് പരിസരത്ത് നിന്നുമാണ് സണ്ണി പരിചയപ്പെടുന്നത്. അവിടെ നിന്നും ഇരുവരുമായി വരുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു നിഗമനത്തിലേക്ക് എത്തിയത്. പക്ഷേ ഇയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. മാത്രമല്ല, സ്വവർഗരതിക്കായി ഇയാൾ സ്ഥിരമായി പലരെയും ഈ വീട്ടിൽ കൊണ്ടുവരാറുണ്ട്. ഈ മരിച്ച വ്യക്തിയും അങ്ങനെ നേരത്തെ വന്നിട്ടുണ്ട്. ഫ്രൈങ് പാൻ ഉപയോഗിച്ച് തലയ്ക്കും മുഖത്തും ശക്തമായി അടിച്ച് അതിനുശേഷം ദേഹത്ത് കത്തി ഉപയോഗിച്ച് കുത്തി പരിക്കേൽപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ശേഷമാണ് ഇയാളെ ഈ മരിച്ച ആളെ കത്തിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു നിഗമനത്തിലേക്കാണ് പോലീസ് എത്തിയിരിക്കുന്നത്. എന്തായാലും നേരത്തെയും രണ്ട് കൊലപാതകം നടത്തിയിട്ടുള്ള ആളാണ് ഈ സണ്ണി എന്ന് പറയുന്ന വ്യക്തി. അതിൽ ഒരു കൊലപാതകം നടത്തിയതും ഇതേ സമാനമായ രീതിക്ക് സ്വവർഗരതിക്കിടെയാണ്. അത് വിസമ്മതിച്ച ഒരു ഇതര സംസ്ഥാനക്കാരനെയാണ് അന്ന് കൊലപ്പെടുത്തിയത്. ഈ കേസിൽ ഈ സണ്ണി ശിക്ഷ അനുഭവിച്ച് ശേഷം പുറത്തിറങ്ങിയതാണ്. അതിനുശേഷമാണ് വീണ്ടും ഇത്തരത്തിലൊരു കൊലപാതകം നടത്തിയിരിക്കുന്നത്. ശരി, MS ലിഷോയാണ് വിവരങ്ങൾ നൽകിയത്. അതിക്രൂരമായ കൊലപാതകമാണ്. മുൻപും ഈ പ്രതി കൊലപാതകം നടത്തിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്.